വർദ്ധിച്ചുവരുന്ന ഗോതമ്പ് പൊടി വില പിടിച്ചു നിർത്തുന്നതിനായാണ് ഈ നടപടി. അതെ, ഞാൻ വരുമ്പോ കുറച്ച് സമയാവൂട്ടാ. തലത്തിൽ ഗോതമ്പിനുണ്ടായ ദൗർലഭ്യം പരിഹരിക്കും. അമ്മച്ചി രാവിലെ തന്നെ കഷ്ടപ്പെട്ടു പോണേ. നേരത്തെ ചെന്നില്ലെങ്കിലേ അവിടെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും. സുനിതയുടെ അവിഹിത ബന്ധം കടയടച്ച് പോകേണ്ട കാര്യം പറയാന്നേ. എന്തിനത് ഫോൺ? അപ്പൊ മറ്റെന്താ മാസ്ക്? നീ വാ വണ്ടിക്കറ്. ഹേ, ഇവരെന്തേത് ഒരുമിച്ച്? ഇവര് വീട്ടിൽ തന്നെ വെച്ച് ഒത്തീർപ്പാക്കിയോ? ഞാൻ കട പൂട്ടിയൊന്ന് വെറുതെ ആയോ? ഇവര് വീട്ടിൽ വെച്ച് മാപ്പ് പറഞ്ഞെന്നാ തോന്നണേ. എന്ത് കണ്ടാലും തുടക്കം തുടങ്ങി കാണണമെന്നാ എന്റെ ഒരു ഇത്. സുനിത, നിന്റെ കൊച്ചെന്തേ? കൊച്ചിനെ വീട്ടിലാക്കി ചേട്ടാ. എന്താ പീതാംബരം? ഇവളൊന്നും പറയലില്ല. ഒന്നും പറയലില്ല. ഞാൻ പറയാം. ഞാൻ അന്ന് നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയില്ലേ തെളിവ് കാണിക്കാനായിട്ട്? ആ തെളിവ് കൂടെ അല്പം വന്നേക്കണത്. അതുകൊണ്ട് അത് ഞാൻ തന്നെ പറയാം. സുനിത ചേച്ചി, റിയൽ ഇത് ഈ കൊച്ചിന് ഇവിടെ എന്താ കാര്യം? ഞാൻ പറഞ്ഞിട്ട് വന്നതാ. എന്തിനാ സുനിത വല്ലോടും വർക്ക് ചെയ്തിരുന്ന ഈ കൊച്ചിനോട് വിളിച്ചു വരുത്തിയത്? ആരെങ്കിലും പറയണ്ടോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. നീ തുടക്കം തുടങ്ങി പറയും. ഇവള് പറയണ എനിക്ക് ബന്ധമുള്ള പെണ്ണിന്റെ പേരാണ് ഷീബ. അവള് പറക്കണത് തെരേസ സൊസൈറ്റി. എത്തിയാ? എൻ്റെ പേര് ഷീബ എന്നാണ്. ഞാൻ ആ തെരേസ സ്റ്റോഴ്സിൽ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യാണ്. സെയിൽസ് മാത്രമല്ല, എനിക്കിങ്ങനെ ഈ ചെറിയ സൈഡ് വർക്കുകളൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയൊക്കെ കോൺട്രാക്ട് പണി എടുക്കുക. അപ്പോൾ അതിന് കമ്മീഷൻ കിട്ടും. ഇവിടെ കൊരട്ടിയിലെ സൂപ്പർ മാർക്കറ്റും പിന്നെ അതിൻ്റെ അടുത്തൊരു വീടൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കോൺട്രാക്ട് ഞാനാ ബാലചേട്ടന് പിടിച്ചു കൊടുത്തത്. ഈ ബാലചേട്ടൻ്റെ പണിക്കാരനാ പീതാംബരൻ ചേട്ടൻ. അപ്പോൾ ഞാൻ കോൺട്രാക്ടർ ബാലൻ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പീതാംബരൻ ചേട്ടനെ വിളിക്കാറുണ്ട്. ബാലൻ ചേട്ടനെ കിട്ടിയില്ലെങ്കിൽ പീതാംബരൻ ചേട്ടനെ മാത്രമല്ല എല്ലാ പണിക്കാരെയും വിളിക്കാറുണ്ട്. പിന്നെ സുനിത എൻ്റെ വീട്ടിലും അതേപോലെ കടയിലൊക്കെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് സുനിത കടയിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? എൻ്റെ കല്യാണം ഉറപ്പിച്ചതാ, നല്ലൊരു വീട്ടിലെ ചെക്കനാ. ആ കല്യാണം മുടങ്ങി പോവായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നേരിട്ട് വന്ന് ഇതൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി എനിക്ക് പോവാലോ? എനിക്ക് പറയാനുള്ളത് ഇതാണ്. നീ പറ, ഞാൻ ഷീബനെ കൊണ്ട് ആക്കിയിട്ട് വരാം. വാ ഷീബേ. ഷീബയ്ക്ക് ഇതാരാന്നറിയോ? എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങളുടെ നാട്ടുകാരെ മൊത്തം എനിക്കറിയോ. ആണല്ലേ? ഇതാണ് ഷീബ സ്ഥിരമായിട്ട് കോൺട്രാക്ട് പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കോൺട്രാക്ടർ ബാലിച്ചേട്ടൻ. അതെന്താ സംഭവം? അല്ല, ഈ ബാലിച്ചേട്ടന് സ്ഥിരമായിട്ട് കോൺട്രാക്ട് ഒക്കെ പിടിച്ചു തന്നത് ഈ ഷീബയാണേ. ശരി, എന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവ എന്നോട് പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നല്ലേ? ഭാര്യയ്ക്ക് അസുഖം, വയറ്റിലും മുഴ, സ്ഥിരമായിട്ട് ഡോക്ടറെ കാണിക്കണം. ഓ കൊള്ളാലവൻ. ഈ വീക്കിന്റെ ഇടയ്ക്ക് ഇത്ര ബുദ്ധിണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പീതാംബരന്റെ ആളായിരുന്നു. സുനിത എന്ത് ചെയ്തേ? ഞാനിവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വിളിക്കുമ്പോ ചേട്ടൻ താനെ വരേണ്ടി വരും. സുനിതേ, നിനക്കാണ് ബുദ്ധി. പീതാംബരം പൊട്ടാൻ. മോള് പോക്ക, ഞാൻ വന്നിരിക്കും. ചേട്ടി ഓട്ടോ കിട്ടണ എവിടെയാ? അതെ, ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ ബംഗാളിൽ പണിക്ക് പോയിട്ടുണ്ട്. ഷീബയുടെ ആങ്ങളെയും ഞങ്ങളും ഒരുമിച്ചായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇവിടെ ശരിക്കും പറഞ്ഞ പരിചയമുള്ളത്. പക്ഷേ ഇവള് പല സ്ഥലത്തും
എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടേക്കിയപ്പോ ഞാൻ അതല്ലാതെ തെളിയിക്കാൻ വേണ്ടി ഞാൻ ഒരു തെളിവിന് ഒന്ന് തെളിയിക്കാൻ വേണ്ടി ബാലചേട്ടൻ പേര് പറഞ്ഞു, അത്രേ ഉള്ളൂ. സുനിത വെറുതെ നീ വെറുതെ അതൊന്നും പറയാതെ നീ പറ, എന്ത് തെളിവുള്ളത്? ഞങ്ങൾ നമ്മള് ബന്ധത്തിൽ തെളിയിക്കാൻ നിന്റെ അടുത്ത് എന്ത് തെളിവുള്ളത്? നീ വെറുതെ ആൾക്കാരൊക്കെ സംശയിക്കലേ. ബാലിച്ചേട്ടാ, ചേച്ചി പിന്നെ ഒരു പ്രധാന കാര്യം, ചേച്ചി ആൾക്കാരെ വിളിച്ച് കൂട്ടുമ്പോഴേ പീതാംബരൻ ചേട്ടൻ അറിയാം ചേച്ചി ചേട്ടനെതിരെ എന്തോ തെളിവ് കാണിക്കാനുള്ള പുറപ്പാടാണെന്ന്. പീതാംബരൻ ചേട്ടന്റെ കയ്യിലുള്ള സകല ഐറ്റംസും ഇറക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റം ഇറക്കാൻ പാടുള്ളൂ. പിന്നെ ചേട്ടാ, നാളെ ഒരു 9:30 ആകുമ്പോൾ ഞാൻ എല്ലാവരെയും കൂട്ടാൻ പോവാ. ചേട്ടാ ഒരു 10 മണിയാകുമ്പോൾ വന്നാൽ മതി. അതുവരെ പീതാംബരൻ ചേട്ടന് പറയാനുള്ളതൊക്കെ പറയട്ടെ ആള്. ശരി ചേട്ടാ. എല്ലാരെയും വിളിച്ചു കൂട്ടുമ്പോൾ ഞാൻ ഒന്നുമില്ലാതെ വരില്ലെന്ന് അയക്കറിയാം. ഞാനിത് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ തപ്പി പിടിച്ചാൽ കണ്ടുപിടിക്കും. ചേട്ടൻ നാളെ ഇത് കൊണ്ടുവന്നാൽ മതി. അതിന്റെ പേരാണ് കോൾ ലിസ്റ്റ് എന്നുള്ളത്. നമ്മൾ ആരെയൊക്കെ എത്രയൊക്കെ തവണ വിളിച്ചു, എപ്പോഴൊക്കെ വിളിച്ചു എന്ന് കാണിക്കാനുള്ളത്. മോള് കുറെ നാള് ഫോണിന്റെ കടയിൽ പണിയെടുത്തല്ലേ? അതിലേ ഷീബയുടെ നമ്പർ ഞാൻ കറുപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്ര തവണ ഉണ്ടെന്ന് നോക്കി പറയോ? കഴിഞ്ഞ മാസം 31 ചേട്ടൻ പണിക്ക് പോയിട്ടില്ല. അതല്ല, കഴിഞ്ഞ മാസം ഒരു 6-ാം തീയതി ചേട്ടൻ ഈ പെണ്ണെ കൊണ്ട് അങ്കമാലി സ്റ്റാൻഡിൽ നിന്ന് ബൈക്കിൽ പോയിട്ടുമുണ്ട്. അതും പോരാണ്ട് കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം 13-ാം തീയതി ചേട്ടൻ ഈ പെണ്ണെ കൊണ്ട് അതിരപ്പള്ളിയിൽ അമ്പാടി എന്നൊരു ഹോട്ടലിൽ പോയി താമസിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ. രാവിലെ രാത്രിയായിട്ട് ഒരുപാട് ഈ നമ്പറിലേക്ക് കോള് പോയിട്ടുണ്ട്. ഇതിന് മാത്രം എന്തുകൊണ്ടാണ് നിനക്ക് ഇവളോട് പറയാനുള്ളത്? ഞാൻ ഈ നമ്പറിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. 9725 ശരിയാ, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് പണിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. പീതാംബരൻ ചേട്ടൻ പറഞ്ഞതാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും വേണ്ടാന്ന്. ഞാനാ ഇത് ഇവിടം വരെ എത്തിച്ച്. സുനിതേനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പീതാംബരൻ ചേട്ടൻ്റെ മൊബൈലിൽ. നീ ഞങ്ങളായിട്ട് വട്ടം കളിപ്പിക്കായിരുന്നോ? നീ ഇല്ലാത്ത കുറ്റം മുഴുവൻ അവളുടെ പടലേക്ക് വെച്ചിട്ട് നീ നല്ല പിള്ള ചമയാന്ന് വിചാരിച്ചോ? പറ്റിപ്പോയി. ഇത്രയാവുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. നീയാണ് നമ്മുടെ മോളാണ്. എൻ്റെ മകന് ഒരു കുഴപ്പമുണ്ടാവില്ല. സത്യമായിട്ടും നീ അറിയാത്ത ഒരു കാര്യം നീ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ മോളാണ് സത്യം. നീ ഇങ്ങനെ കിടന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം പീതാംബര? ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്ക്. സത്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. ചേട്ടാ, എന്നൊന്ന് ക്ഷമിക്കണം. ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. ഞാൻ കാശെല്ലാം പണിയെടുത്ത് ഞാൻ പിടികൊള്ളാം. ചേട്ടൻ പറയുന്നതൊക്കെ നോണയാ. എന്ത് പറഞ്ഞപ്പോഴായിരുന്നു നേരത്തെ വിളി ചേട്ടനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞേ? അത് നേരത്തെ നമ്മൾ കോൾ ചെയ്തപ്പോ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി വിളിക്കോ? ഷീബയുടെ ഫോൺ റിങ് ചെയ്യുന്നില്ലല്ലോ. എന്തിവിടെ ഫോൺ ബെല്ലടിക്കാത്തത്? കാശ് കൊടുത്ത് മേടിക്കണം ഫോണായിരിക്കണം ബെല്ലടിക്കണെങ്കിൽ. ഹലോ, ഇത് ഷീബയുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ ഷീബയുടെ അടുത്ത് സുജയ. ചേച്ചി ഇത് എപ്പുറത്തെ വീട് വരെ ഒന്ന് പോയതാ. ഞാനിത് ഇപ്പൊ വിളിച്ചിട്ട് വരാം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഹലോ, നിങ്ങൾ ഷീബ ചേച്ചിയുടെ ആരാന്നാ പറഞ്ഞേ? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? അത് കൊള്ളാലോ. ചേച്ചിനെ വിളിക്കുമ്പോ അനിയത്തിനെ കിട്ടുമല്ലേ? അത് കലക്കി. ചേച്ചി അനിയത്തിയും കൂടിയുള്ള ഒത്തുകളിയാണല്ലേ? കഴിഞ്ഞോട്ടോ സുജയ, നിർത്തിക്കോ. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇത് ആരുടെ ബുദ്ധിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്റെ ബുദ്ധിയാ. ഓ, സുഖം സുഖം. ശരി ഏട്ടാ. അതെ, നാട്ടിൽ വരുമ്പോ കാണാം.
നിനക്കറിയാല, ഞാൻ മോൾക്ക് വീട്ടിൽ വണ്ടിയായിട്ട് ഓട്ടം പോകാറില്ലേ? അങ്ങനെ ഒരു ദിവസം ഓട്ടം പോയപ്പോൾ ഹലോ, ആ ഇപ്പൊ എത്തുവേ. ആ ശരി. കാശൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ വരിക. പൈസ ഒരു പരിപാടിയില്ല. ആ ചേട്ടാ, ആ ഫോട്ടോഗ്രാഫറെ ഫോട്ടോ കൊളാബറേഷൻ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞ് വന്നതാണേ. പക്ഷേ ഇപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുക ട്രാവൽ എക്സ്പെൻസ് തരാൻ പറ്റില്ല എന്ന്. കാശിന്റെ കാര്യമല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കയറിപ്പോ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ആകെയുള്ളത് നടക്കാത്ത കുറേ ബിസിനസ് സ്വപ്നം കണ്ട് നാട് നീളെ കടം വാങ്ങിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന ചേച്ചിയാണ്. ഈ ചെറിയ സ്റ്റുഡിയോയിൽ ഫോട്ടോഷൂട്ട് അല്ലാതെ ആവുന്നത് പോലെ ഒരു അടിപൊളി പോർട്ട്ഫോളിയോ ഷൂട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ എനിക്കും ഇൻസ്റ്റയിൽ ഫോളോവേഴ്സൊക്കെ കൂടും. അതിനൊക്കെ നല്ല കാശ് ചിലവുണ്ട്. ഇന്നത്തെ കാര്യം തന്നെ കണ്ടില്ലേ. ഇനി എന്ത് ഓട്ടോ ഉള്ളത് എന്നെ വിളിച്ചാൽ മതി. കാറ് തന്നെ വേണമെന്നുണ്ടോ? ബൈക്കായാലും പോരെ? പൊടി പിടിച്ചെടുക്കാണ്, അതൊന്ന് കഴുകിയെടുത്താൽ മതി. എന്നാ പിന്നെ വണ്ടി മാത്രം കഴുകുന്നത് എന്തിനാ? ആ താടിയും കൂടി ഒന്ന് പഠിച്ചുകൂടെ? എനിക്ക് ചേട്ടന്റെ വീട്ടിൽ വന്ന് വൈഫിനെയും കുട്ടികളെ ഒന്ന് കാണണമെന്നുണ്ട്. ചേട്ടൻ എനിക്ക് ചെയ്തു തന്ന ഹെൽപ്പൊക്കെ അവരോട് പറയണം. അതിന്റെ ആവശ്യമില്ല. ഈ ഫോട്ടോ കാണുന്ന പേടിക്കണ്ട. എൻ്റെ ഈ ഫോണൊന്നും തുറക്കാനൊന്നും എൻ്റെ ഭാര്യക്ക് സംഭവം അറിയില്ല. നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹമല്ലേ തുറന്ന സ്ഥലത്ത് പോയിട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പ് ഫോട്ടോ എടുക്കണമെന്ന്? ഈ ഞാൻ എടുത്തേക്കണ ഫോട്ടോ കണ്ട അയാൾ എടുത്തതിലും സൂപ്പർ ഫോട്ടോ അല്ലേ? ഞാൻ നോക്കിയത് വാട്സപ്പിലുണ്ട്, അത് നോക്കി. അയ്യോ, ഞാൻ ആ അയച്ച ആ ഫോട്ടോയില് എൻ്റെ ഭാര്യയല്ലേ ആ പിശാചിന്റെ ഫോട്ടോ കൂടി ഇട്. അതൊന്ന് കളഞ്ഞേക്കട്ടോ. ആ പോരെ. ഹലോ.